المدرسة الربانية كونوا ربانيين. الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പാപങ്ങളുടെ കാരണത്തെ സംബന്ധിച്ച് വിവരിക്കുകയാണ്. പാപങ്ങളിൽ ഏറ്റവും കഠിനമായത്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്തത് ശിർക്കാണെന്ന് പറഞ്ഞു. അതിനുശേഷം ശൈഖ് അവറുകൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് പാപങ്ങളുടെയും അടിസ്ഥാനപരമായ അതിന്റെ കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണ വച്ചു പുലർത്തലാണ്. ഏത് പാപമാകട്ടെ അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ് പാപങ്ങൾ സംഭവിക്കുന്നത്. ഷിർക്കാണെങ്കിലും കുഫ്റാണെങ്കിലും അതിന് താഴെയുള്ള മറ്റുള്ള പാപങ്ങളാണെങ്കിലും അള്ളാഹുവിനെ യഥാവിധം കണക്കാക്കേണ്ട പ്രകാരം അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുമ്പോൾ, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് ഈ പാപങ്ങളെല്ലാം സംഭവിക്കുക. അതിന് ചില ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയില്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം അവർ കൊടുത്തില്ല. എങ്ങനെയുള്ള അള്ളാഹുവാണ്? വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവനും അവന്റെ ഒറ്റപ്പിടുത്തത്തിലായിരിക്കും, ഒരു കൈപ്പിടുത്തത്തിലായിരിക്കും ഭൂമി മുഴുവനും. വസ്സമാവാതു മത്വിയ്യാതും ബിയമീനി. ആകാശങ്ങൾ അഖിലവും അവന്റെ വലങ്കയിൽ ചുരുട്ടപ്പെട്ട നിലയിലായിരിക്കും. അങ്ങനെയുള്ള അള്ളാഹുവാണ്. അത്രയ്ക്കും മഹോന്നതനായ ഔന്നത്യം നിറഞ്ഞ അള്ളാഹുവിന് അവർ കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ല. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവൻ പരിശുദ്ധനായിരിക്കുന്നു. അവർ ശിർക്ക് വെക്കുന്നതിനെ തൊട്ടെല്ലാം അവൻ അത്യുന്നതനാണ്, അവൻ പരിശുദ്ധനാണ്. എന്നിട്ട് ശൈഖ് അവറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ്. ഫമാ ഖദറ മൻ ഹാദാ ശഅനുഹു വ അദമതുഹു ഹഖ്ഖ ഖദ്രിഹി മൻ അശ്റക മഅഹു ഫീ ഇബാദതിഹി മൻ ലൈസ ലഹു ഷൈഉൻ മിൻ ദാലിക അൽബത്ത. എന്താണ് പറയുന്നത്?
ഇങ്ങനെ ഇത്ര മഹത്വമേറിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ലാഹുവിന്റെ കാര്യം ഇത്ര വണ്ണമേറിയതാണ്. ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവനും അവന്റെ കൈപ്പിടുത്തത്തിലായിരിക്കും. ആകാശങ്ങൾ മുഴുവനും അവന്റെ വലങ്കയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ട നിലയിലായിരിക്കും. അത്ര മഹത്വമേറിയതായ അല്ലാഹുവിന് അവർ വിലവെക്കേണ്ട രീതിയിൽ വിലവെച്ചില്ല. ആര്? മൻ അശ്റക മഅഹു ഫി ഇബാദതിഹി, അല്ലാഹുവിനോട് കൂടെ ഇബാദത്ത് ചെയ്യുന്നതിൽ അല്ലാഹുവിനോട് കൂടെ വേറെ ആളുകൾക്കും ഇബാദത്ത് ചെയ്ത ആളുകൾ അല്ലാഹുവിന് കൊടുക്കേണ്ട വില കൊടുത്തില്ല. അവർ ആർക്കാണ് അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്തത്? മൻ ലൈസ ലഹു ഷൈഉൻ മിൻ ദാലിക അൽബത്ത, ഈ രീതിയിൽ അല്ലാഹുവിനുള്ള അധികാരങ്ങളോ ഔന്നത്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത അവന്റെ സൃഷ്ടികളോട് എന്ത് ചെയ്തു? അള്ളാഹുവിനെ അവർ സമന്മാരാക്കി. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് ഈ രീതിയിൽ ഒരു കഴിവുമില്ലാത്ത, അള്ളാഹുവിന്റെ മഹത്വം ഏറ്റവും വണ്ണമേറിയതാണ്, അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്തു? അവർ ഇബാദത്ത് ചെയ്തു. അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അള്ളാഹുവിന്റെ അധികാരത്തെ സംബന്ധിച്ച്, അവന്റെ കഴിവുകളെ സംബന്ധിച്ച്, അവന്റെ ഔന്നത്യത്തെ സംബന്ധിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്, തെറ്റായി ധരിച്ചത് കൊണ്ടാണ് ഒരു കഴിവുമില്ലാത്ത ദുർബലന്മാരായ അവന്റെ സൃഷ്ടികളുടെ മുന്നിൽ ഇവർ അഭയം തേടി പോകുന്നത്. അവന്റെ സൃഷ്ടികളുടെ മുന്നിൽ ഇവർ നേർച്ചകളും വഴിപാടുകളും ആരാധനകളുമായി പോകാൻ കാരണം അള്ളാഹുവിന്റെ മഹത്വത്തെ അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ് എന്നതാണ്. ബൽ ഹുവ അഅജസു ഷൈഇൻ വഅദ്അഫു, അവർ ഇബാദത്ത് ചെയ്യുന്നത് വസ്തുക്കളിൽ ഏറ്റവും ദുർബലന്മാരായ അശക്തരായ ആളുകൾക്കാണ്. കല്ലിനും മുള്ളിനും ഖബറുകൾക്കും വരെയും കാണാൻ സാധിക്കാത്ത, കേൾക്കാൻ പോലും സാധിക്കാത്ത, ഉപകാരമോ ഉപദ്രവമോ ഏൽപ്പിക്കാൻ സാധിക്കാത്ത വെറും നിഷ്ക്രിയരായ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വരെയും അവരെന്ത് ചെയ്യുന്നു? ഇബാദത്തുകൾ അർപ്പിക്കുന്നു. ഫമാ ഖദറൽ ഖവിയ്യൽ അസീസ ഹഖ്ഖ ഖദ്രി, ഏറ്റവും ശക്തനും പ്രതാപവാനുമായ അല്ലാഹുവിന് കൊടുക്കേണ്ട വില അവർ കൊടുത്തില്ല. മൻ അശ്റക മഅഹു അദ്ദഈഫ അദ്ദലീൽ, ആര് കൊടുത്തില്ല? അല്ലാഹുവിനോട് കൂടെ ദുർബലങ്ങളായ നിന്ദ്യത നിറഞ്ഞതായ വസ്തുക്കളോട് ഇബാദത്ത് ചെയ്ത, അവകളെ അള്ളാഹുവിലേക്ക് പങ്കുചേർത്ത ആളുകൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തില്ല? ഏറ്റവും ശക്തനായ, ഇസ്സത്തുടയവനായ, പ്രതാപശാലിയായ അള്ളാഹുവിന് കൊടുക്കേണ്ട വില കൊടുത്തില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇമാം അവറുകൾ വീണ്ടും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാത്ത വ്യത്യസ്തങ്ങളായ ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ, അവർ അള്ളാഹുവിന് കൊടുക്കേണ്ട ഖദർ, സ്ഥാനം അവർ നൽകിയിട്ടില്ല. ആരാണവർ? അവര് പറയുന്നു, ഇന്നഹു ലം യുർസിൽ ഇലാ ഖൽഖിഹി റസൂല, അല്ലാഹു അവന്റെ സൃഷ്ടികളിലേക്ക് ഒരു റസൂലിനെ നിയോഗിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ. വലാ അൻസല കിതാബ, കിതാബ് ഇറക്കിയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ. എന്നല്ല, ബൽ നസബഹു ഇലാ മാ ലാ യലീഖു ബിഹി വലാ യഹ്സുനു മിൻ, അല്ലാഹുവിന് ഒരിക്കലും യോജിക്കാത്ത, അവനിൽ നിന്ന് സംഭവിക്കാത്തതായ കാര്യങ്ങളെ അവനിലേക്ക് അവർ ചേർത്ത് പറയുകയും ചെയ്യുന്നു. എന്തിനാൽ? മിൻ ഇഹ്മാലി ഖൽഖിഹി വതദ്യീഇഹിം വതർകിഹിം സുദാ വഖൽഖിഹിം ബാതിലൻ വഅബഥ. എന്താണത്? അവർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഗംഭീരമായി സൂക്ഷ്മമായി അവൻ നടത്തിയിരിക്കുന്ന ഈ സൃഷ്ടിപ്പ്, അത് വെറും സൃഷ്ടിപ്പുകളാണ്, അത് വെറും പാഴായ സൃഷ്ടിപ്പുകളാണ്. അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ട് വെറുതെ വിട്ടേക്കുകയാണ്. ജീവിക്കുന്നു, മരിക്കുന്നു, അവസാനിക്കുന്നു. അത് വെറും ബാത്തിലായി നിരർത്ഥകങ്ങളായ വെറും കളി മാത്രമാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്നാണ് യഥാർത്ഥത്തിൽ അവർ പറയുന്നത്. ഒരിക്കലും അത് അള്ളാഹുവിന് ചേരുന്ന പണിയല്ല. അത്രയും സൂക്ഷ്മമായിട്ടാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. ഇങ്ങനെ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്ന അള്ളാഹു അവരെ നേർവഴിയിൽ നയിക്കാൻ അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട്. അവരിലേക്ക് കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്. അവർക്ക് സത്യാസത്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹു ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാതെ വെറുതെ അവരെ വിട്ടേക്കുക എന്നുള്ളത്, അങ്ങനെ തിന്ന് കുടിച്ച് മരണപ്പെട്ട് അവസാനിച്ചു പോവുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിന്റെ യുക്തിക്ക് ചേർന്നതല്ല.
അപ്പൊ ഈ രീതിയിൽ ആരെങ്കിലും വാദിക്കുന്നുണ്ട് എങ്കിൽ അവരും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തവരാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അവർ അള്ളാഹുവിന് കൊടുക്കേണ്ട യഥാർത്ഥത്തിലുള്ള വില അവർ കൊടുത്തില്ല, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. എപ്പോൾ ഇദ് ഖാലു മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അവർ പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ മേലും ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിന്റെ ആധിപത്യത്തെ, അള്ളാഹുവിന്റെ ഔന്നത്യത്തെ, അവന്റെ കഴിവുകളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ആളുകളാണ് എന്ന് അള്ളാഹു പറയുന്നത് കാണാം. അതേപോലെ തന്നെ അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന വേറെ ധാരാളം വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് വലാ ഖദറഹു ഹഖ്ഖ ഖദ്രിഹി മൻ നഫാ ഹഖായിഖ അസ്മാഇഹി അൽ ഹുസ്ന വസിഫാതിഹി അൽ ഉല, അല്ലാഹുവിന്റെ സുന്ദരങ്ങളായ നാമങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ സമ്പൂർണങ്ങളായ അത്യുന്നതങ്ങളായ ഗുണവിശേഷണങ്ങളുണ്ട്, അവയെ നിഷേധിക്കുന്ന ആളുകളും അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തവരാണ്, അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വത്തെ കൊടുക്കാത്തവരാണ്. ഫനഫാ സമഅഹു, അവർ അള്ളാഹുവിന്റെ കേൾവിയെ നിഷേധിക്കുന്നു. വബസറഹു, അള്ളാഹുവിന്റെ കാഴ്ചയെ അവർ നിഷേധിക്കുന്നു. വഇറാദതഹു, അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ, അള്ളാഹുവിന്റെ ഇച്ഛയെ അവരെന്ത് ചെയ്യുന്നു, ഉദ്ദേശത്തെ നിഷേധിക്കുന്നവരുണ്ട്. വഖ്തിയാറഹു, അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പുകളെ, അതിനുള്ള സ്വാതന്ത്ര്യത്തെ അവർ നിഷേധിക്കുന്നു. വഉലൂവഹു ഫൗക ഖൽഖി, സകല സൃഷ്ടികളുടെയും മേലെയാണവൻ, അർശിൽ ഇസ്തിവാ ചെയ്തവനാണവൻ എന്നതിനെ അവർ നിഷേധിക്കുന്നു. വകലാമഹു വതക്ലീമഹു ലിമൻ ശാഅ മിൻ ഖൽഖിഹി ബിമാ യുരീദു, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ സൃഷ്ടികളോട് അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന് യഥാർത്ഥത്തിൽ ഇത് മുഖേന അവർ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്, അള്ളാഹുവിനെ നിന്ദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതിൽപ്പെട്ട ഏറ്റവും അപകടം പിടിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഖദരിയാക്കൾ. ശൈഖ് അവർകൾ അതിനെക്കുറിച്ചാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ഖദരിയത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത, അവർ പറയും ഇന്നല്ലാഹ തആല ലം യഖ്ലുഖ് അഫ്ആലൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തികളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഭൂമിയിൽ ഏത് കാര്യം നടക്കുന്നുണ്ടോ, ഏത് മനുഷ്യൻ എന്ത് പ്രവർത്തിക്കുന്നുണ്ടോ, ആ പ്രവർത്തിയുടെ എല്ലാം സൃഷ്ടാവാര് തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ഇതാണ് അഹ്ലുസുന്നയുടെ അഖീദ. ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഒരു പ്രവൃത്തി പ്രവർത്തിക്കണമെങ്കിൽ ആ പ്രവൃത്തി ആര് സൃഷ്ടിക്കണം? അള്ളാഹു സൃഷ്ടിക്കണം. അള്ളാഹു സൃഷ്ടിക്കാതെ ആ പ്രവൃത്തി ചെയ്യാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. എന്നാൽ ഖദരിയാക്കൾ പറയുന്നത് അടിമകളുടെ പ്രവർത്തികൾ സൃഷ്ടിക്കുന്നവൻ ആരല്ല? അള്ളാഹു അല്ല. വയജ്അലൂന അൽഅബ്ദ ഖാലിഖ ഫിഅല നഫ്സിഹി, സൃഷ്ടികളുടെ പ്രവർത്തിയുടെ സൃഷ്ടാക്കളായിട്ട് അവർ മനുഷ്യരെ തന്നെയാണ് ആക്കുന്നത്. ഒരു അടിമ തന്നെയാണ് അവന്റെ പ്രവർത്തികളൊക്കെ എന്ത് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത്. അതേപോലെ ഇന്നല്ലാഹ ലാ യഅലമു ശൈഅ ഇല്ലാ ബഅദ വുഖൂഇഹി, അല്ലാഹു ഒരു കാര്യത്തെ അറിയുന്നില്ല ആ കാര്യം സംഭവിച്ചതിന് ശേഷം അല്ലാതെ. അള്ളാഹു മുൻകൂട്ടി ഒന്നും തീരുമാനിച്ചിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഖളാ ഖദറുകൾ അവരെന്ത് ചെയ്യുന്നു, നിഷേധിച്ച് കളയുന്നു. ഒരു മനുഷ്യൻ ഒരു കാര്യം പ്രവർത്തിച്ചു കഴിയുമ്പോൾ മാത്രമാണ് അവൻ അങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് ആരറിയുന്നത്? അള്ളാഹു അറിയുന്നത് എന്നുള്ളതാണ് ഇവരുടെ മൂഢവിശ്വാസം. ശൈഖ് അവർകൾ അതിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ്? ഔ നഫാ ഉമൂമ ഖുദ്റതിഹി, അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ, കഴിവിന്റെ, അതിന്റെ ഉമൂമിയത്ത്, അതിന്റെ വ്യാപകത്വം, അതിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരാണ്. വതഅല്ലുഖഹാ ബിഅഫ്ആലി ഇബാദിഹി, അങ്ങനെയുള്ള കഴിവുകളെ അവർ എന്താണ് ചെയ്യുന്നത്? അടിമകളുടെ പ്രവർത്തികളുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. മിൻ ത്വാഅതിഹിം വമആസിഹിം, ഒരു അടിമ അവൻ അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ, ഇത് രണ്ടും ഒരു മനുഷ്യൻ സ്വയം അവന്റെ കഴിവ് കൊണ്ട് ചെയ്യുന്നതാണ് എന്നതാണ് അവരുടെ വിശ്വാസം. ഫഅഖ്റജഹാ അൻ ഖുദ്റതിഹി വമശീഅതിഹി വഖൽഖിഹി, അപ്പോ അവരുടെ അടിമകളുടെ പ്രവർത്തികളെ അള്ളാഹുവിന്റെ കഴിവിൽ നിന്ന് അവരെന്ത് ചെയ്തു? പുറത്താക്കി. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് അവിടെ യാതൊരു സ്ഥാനവുമില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനും അവിടെ യാതൊരു സ്ഥാനവുമില്ല. ഒരു അടിമ സ്വതന്ത്രമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത്
എന്നുള്ളതാണ് ആരുടെ വാദം? ഖദരിയാക്കളുടെ വാദം. വജഅലഹും യഖ്ലുഖൂന ലിഅൻഫുസിഹിം മാ യശാഊന ബിദൂനി മശീഅത്തി റബ്ബി. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശം ഒന്നും കൂടാതെ തന്നെ സൃഷ്ടികൾ അവർക്ക് വേണ്ട പ്രവർത്തികൾ അവർ തന്നെ എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അത് മുഖേന ഉണ്ടാകുന്ന അതിന്റെ റിസൾട്ട് എന്താണ്? ഫയകൂനു ഫീ മുൽകിഹി മാ ലാ യശാ. ഇങ്ങനെ പറയുന്നത് മുഖേന അള്ളാഹുവിന്റെ ആധിപത്യത്തിന് കീഴിൽ അള്ളാഹു ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. വയശാഉ മാ ലാ യകൂൻ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിക്കുന്നു, അതെന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. ഇതെല്ലാം വിശ്വസിക്കേണ്ടി വരും. തആല അല്ലാഹു അൻ ഖൗലി അശ്ബാഹിൽ മജൂസി ഉലുവൻ കബീറ. ഇത് മജൂസികളുടെ സ്വഭാവമാണ്. ഇങ്ങനെ ഈ മജൂസികളുടെ പോലുള്ളതായ വാക്കുകൾ പറയുന്നതിനെ തൊട്ട് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, അള്ളാഹു എത്രയോ ഉന്നതനാണ്. മജൂസികളുടെ വാദം അതായിരുന്നു. മജൂസികൾ പറയുമായിരുന്നു, എന്താണ്? ഇന്നൽ ഇബാദ യഖ്ലുഖൂന ഫഅലഹും. അടിമകളാണ് അവരുടെ പ്രവർത്തികൾ എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നത്. ദൂന അൻ യകൂന ലില്ലാഹി ഫീഹാ ഇറാദത്തുൻ ഔ ഖൽഖുൻ ഔ തദ്ബീറുൻ. അല്ലാഹുവിന് അതിൽ ഒരു ഉദ്ദേശമോ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പോ അതേപോലെ നിയന്ത്രണമോ ഒന്നും തന്നെ അതിലില്ല എന്നായിരുന്നു മജൂസികൾ പറയുന്നത്. ഇങ്ങനെ ഖദരിയാക്കൾ ഈ വാദം പറയുന്നത് മുഖേന അവർ എന്ത് ചെയ്തിരിക്കുന്നു? മജൂസികൾക്ക് തുല്യമായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് അള്ളാഹു എന്താണ്? പരിശുദ്ധനാണ്. അപ്പൊ അഹ്ലുസുന്നയുടെ അഖീദ ഏത് പ്രവൃത്തി നടക്കുന്നുണ്ടോ അത് ആര് തീരുമാനിക്കണം? അള്ളാഹു മുൻകൂട്ടി പ്ലാൻ ചെയ്തു തന്നെയാണ്. അള്ളാഹുവിന്റെ മശീഅത്ത് അവിടെയുണ്ട്. അള്ളാഹു സൃഷ്ടിച്ചാലേ ഒരു പ്രവൃത്തി എന്ത് ചെയ്യുള്ളൂ? ഭൂമിയിൽ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ വിഭാഗത്തിന് നേരെ വിപരീതമായ ഒരു വിഭാഗമുണ്ട്. ജബരിയാക്കളാണവർ. ഈ ജബരിയത്തിന്റെയും ഖദരിയത്തിന്റെയും ഇടയിലാണ് ആരുടെ വാദം? ആരുടെ അഖീദ? അഹ്ലുസുന്നയുടെ അഖീദ. ജബരിയത്ത് എന്താണ് പറയുന്നത്? അവർ പറയുന്നു, ഇന്നൽ അബ്ദ മുജ്ബറുൻ അലാ ഫഅലി. അടിമ അവൻ ചെയ്യുന്ന പ്രവർത്തികളുടെ മേൽ നിർബന്ധിക്കപ്പെട്ടവനാണ്. വലാ ഇഖ്തിയാറ ലഹു. അടിമയ്ക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. വഅന്നൽ ഫാഇലൽ ഹഖീഖി ഹുവ അല്ലാഹു തആല. യഥാർത്ഥത്തിൽ എല്ലാ പ്രവർത്തികളും ചെയ്യുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. വഅന്ന അല്ലാഹ അജ്ബറൽ ഇബാദ അലൽ ഈമാനി വൽ കുഫർ. ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാകണമെങ്കിൽ ആ ഈമാനിന്റെ മേൽ അവൻ എന്ത് ചെയ്യുന്നു? അള്ളാഹു നിർബന്ധിപ്പിക്കുന്നതാണ്. ഒരാൾ കുഫർ ചെയ്യുന്നെങ്കിൽ ആ കുഫറിന്റെ മേൽ അള്ളാഹു അവനെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതാണ് ആരുടെ വാദം? ജബരിയത്തിന്റെ വാദം. ഇതും അപകടം പിടിച്ച വാദമാണ്. അഹ്ലുസുന്നക്ക് ഈ വാദവുമായിട്ടും എന്തില്ല? യാതൊരു ബന്ധമില്ല. ഇതിനെ സംബന്ധിച്ചാണ് ഷേഖ് അവറുകൾ പറയുന്നത്, വകദാലിക മാ ഖദറഹു ഹഖ്ഖ ഖദ്രിഹി മൻ ഖാൽ. ഇതേപോലെ തന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ടതായ യഥാർത്ഥത്തിലുള്ള സ്ഥാനം കൊടുക്കാത്തവരാണ് ഒരു വിഭാഗം ആളുകൾ. അവർ പറയുന്നു, ഇന്നഹു യുആഖിബു അബ്ദഹു അലാ മാ ലാ യഫ്അലുഹുൽ അബ്ദ്. അല്ലാഹു എന്ത് ചെയ്യുന്നു? ഒരു അടിമയെ ശിക്ഷിക്കുന്നു. എന്തിനു വേണ്ടി? ആ അടിമ ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. വലാ ലഹു അലൈഹി ഖുദ്റ. ആ പ്രവൃത്തിയുടെ മേൽ ആ അടിമയ്ക്ക് എന്തില്ല? യാതൊരു കഴിവുമില്ല. അടിമയ്ക്ക് യാതൊരു കഴിവുമില്ല ആ കാര്യത്തിന്. വലാ തഅ്സീറുൻ ലഹു ഫീഹി അൽബത്ത. ആ പ്രവൃത്തി ചെയ്തതിൽ ഈ അടിമയ്ക്ക് യാതൊരു സ്വാധീനവുമില്ല, ഒരു തഅ്സീറുമില്ല ആ പ്രവൃത്തിയിൽ. ബൽ ഹുവ നഫ്സു ഫിഅലി റബ്ബി ജല്ല ജലാലുഹു. എന്നാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അതാര് ചെയ്യുന്നതാണ്? റബ്ബ് ചെയ്യുന്നതാണെന്നാണ് അവരുടെ വാദം. എന്നിട്ട് ഫയുആഖിബു അബ്ദഹു അലാ ഫിഅലിഹി. എന്നിട്ട് അല്ലാഹു ചെയ്ത ഈ പണിക്ക് വേണ്ടിയിട്ട് അല്ലാഹു എന്ത് ചെയ്യുന്നു? ഈ അടിമയെ ശിക്ഷിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. വഹുവ സുബ്ഹാനഹു അല്ലദീ ജബറൽ അബ്ദ അലൈഹി. അല്ലാഹു ഇതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനാണ്. എന്തിൽ നിന്ന്? അവൻ ഒരു അടിമയെ എന്ത് ചെയ്യുന്നു? നിർബന്ധിക്കുന്നു ഒരു കാര്യം ചെയ്യാൻ. വജബറുഹു അലൽ ഫിഅലി അഅ്വമു മിൻ ഇക്റാഹിൽ മഖ്ലൂഖിൽ മഖ്ലൂഖ്. ഈ വാദം യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടി വേറൊരു സൃഷ്ടിയോട് ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്നു. എന്നിട്ട് അവൻ അത് ചെയ്തു കഴിയുമ്പോൾ ചെയ്തതിന്റെ പേരിൽ അവൻ എന്ത് ചെയ്യുന്നു? ഉപദ്രവിക്കുന്നു. ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അതിനേക്കാളും മോശമാണ് ഈ എന്ത് ചെയ്യുക? ഈ വാദം അള്ളാഹുവിന്റെ മേൽ അടിച്ചേൽപ്പിച്ചവൻ ചെയ്യുന്നത് ഇതിനേക്കാളും മോശപ്പെട്ട കാര്യമാണ്. ശൈഖ് അവർ വിശദീകരിക്കുകയാണ്, വഇദാ കാന മിനൽ മുസ്തഖിരി ഫിൽ ഫിത്രി വൽ ഉഖൂൽ. മനുഷ്യരുടെ പ്രകൃതവും ബുദ്ധിയുമെല്ലാം അംഗീകരിച്ചിരിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അന്ന സയ്യിദ ലൗ അക്റഹ അബ്ദഹു അലാ ഫിഅലി. ഒരു ഉടമ, ഒരു യജമാനൻ അവന്റെ അടിമയെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നിർബന്ധിക്കുന്നു. ഔ അൽജഅഹു ഇലൈഹി
എന്നിട്ട് അവൻ നിർബന്ധിച്ചിട്ട് ഒരു കാര്യം പ്രവർത്തിപ്പിക്കുന്നു. എന്നിട്ട് പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ പേരിൽ അവൻ എന്ത് ചെയ്യുന്നു? ഈ ഉടമ അവനെ ശിക്ഷിക്കുന്നു. ഇത് ഖബീഹായ മോശപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ബുദ്ധി അംഗീകരിക്കുന്ന കാര്യമാണ്. മനുഷ്യന്റെ പ്രകൃതി തന്നെ അത് അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോ നീതിമാന്മാരിൽ ഏറ്റവും നീതി പുലർത്തുന്നവനായ, വിധികർത്താക്കളിൽ ഏറ്റവും നല്ല രീതിയിൽ വിധി നടത്തുന്നവനായ, റഹ്മത്ത് ചൊരിയുന്നവരിൽ ഏറ്റവും അധികം റഹ്മത്ത് ചൊരിയുന്നവനായ അല്ലാഹു കൈഫ യജ്ബുറുൽ അബ്ദ അലാ ഫിഅലിൻ ലാ യകൂനു ലിൽ അബ്ദി ഫീഹി സുൻഉൻ വലാ തഅ്സീർ. ഒരു അടിമക്ക് യാതൊരു രീതിയിൽ ബന്ധവുമില്ലാത്ത, ഒരു രീതിയിലുള്ള തഅ്സീറുമില്ലാത്ത ഒരു കാര്യത്തിന്റെ മേൽ ഒരു അടിമയെ ശിക്ഷിക്കുക എന്നുള്ളത് റഹ്മാനായ അല്ലെങ്കിൽ നീതിമാനായ സമ്പൂർണനായ വിധികർത്താവായ അള്ളാഹുവിന് യോജിച്ച പണിയാണോ? ഒരിക്കലും സാധ്യമല്ല. ആ പ്രവൃത്തിയാകട്ടെ ഈ അടിമയുടെ ഉദ്ദേശത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ആ അടിമയുടെ പ്രവൃത്തിയെ അല്ലാതെ എന്നിട്ട് ആ അടിമയെ ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ചേർന്ന പണിയാണോ? ഒരിക്കലുമല്ല. എന്നിട്ട് കാലാകാലം അവനെന്ത് ചെയ്യുക? നരകത്തിലിട്ട് ശിക്ഷിക്കുക എന്നുള്ളത് അത്ഭുതകരമായ വർത്തമാനമാണ്. ഒരിക്കലും എന്തല്ല, അള്ളാഹുവിന് ചേർന്ന പണിയല്ല, ബുദ്ധിയുള്ള ആളുകൾക്ക് യോജിക്കാൻ പറ്റിയ കാര്യമല്ല. ഇതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനായിരിക്കുന്നു, പരിശുദ്ധനായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ മജൂസികളുടെ വാദത്തെക്കാൾ ഷർറായ വാദമാണിത് ഈ ആളുകൾ ജബരിയാക്കൾ ഉന്നയിക്കുന്നത്. ഈ രണ്ട് വിഭാഗവും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തവരാണ്. ഒരു വിഭാഗം പറയുന്നു അള്ളാഹുവിന് അടിമകളുടെ പ്രവർത്തനത്തിൽ എന്തില്ല, യാതൊരു അവകാശവുമില്ല എന്നൊരു വിഭാഗം പറയുന്നു. വേറൊരു വിഭാഗം പറയുന്നു അടിമക്ക് അവരുടെ പ്രവൃത്തിയിൽ യാതൊരു അവകാശവുമില്ല, എല്ലാം ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്? അഹ്ലുസുന്നയുടെ വാദമല്ല. ഇത് രണ്ടിനും ഇടയിലാണ് ആരുടെ അഖീദ? അഹ്ലുസുന്നയുടെ അഖീദ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് വിഭാഗത്തെയും അതിനുള്ള മറുപടി പറയുന്നത് കാണാം. എന്താണ് അള്ളാഹു പറയുന്നത്? ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നിങ്ങളിൽ നിന്ന് മുസ്തഖീമായ ശരിയായ വഴിയിൽ സഞ്ചരിക്കാൻ ഇച്ഛിക്കുന്നതായ ആളുകൾക്ക്. അപ്പോ മനുഷ്യൻ എന്തുണ്ട്? ഇഷ്ടമുണ്ട്. അവനക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് ആര് കൊടുത്തിട്ടുണ്ട്? അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നേരായ വഴിയിലൂടെ പോകാനുള്ളതായ മശീഅത്ത് അത് മനുഷ്യനുണ്ട് എന്നാണ് എന്ത് പറയുന്നത്? ആര് പറയുന്നത്? അള്ളാഹു പറയുന്നത്. പക്ഷെ മനുഷ്യന് ഈ മശീഅത്തിനുള്ള കഴിവ് കൊടുക്കുന്നവൻ ആര് തന്നെയാണ്? അതാണ് ശേഷം പറയുന്നത്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഇച്ഛിക്കാൻ സാധിക്കുകയില്ല. അപ്പോ മനുഷ്യർക്കും തെരഞ്ഞെടുക്കാനും ഉദ്ദേശിക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യന് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അത് സൃഷ്ടിച്ചു കൊടുക്കേണ്ടവൻ ആര് തന്നെയാണ്? അള്ളാഹു തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ അവനക്ക് എന്ത് ചെയ്യാം? നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കിട്ടവനാകാം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? വിശ്വസിക്കട്ടെ. ഉദ്ദേശിക്കാത്തവൻ എന്ത് ചെയ്യട്ടെ? കുഫർ ചെയ്യട്ടെ, അവിശ്വസിക്കട്ടെ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കാനും ഉദ്ദേശിക്കാതിരിക്കാനുമുള്ളതായ ഇഖ്തിയാറിനുള്ള സ്വാതന്ത്ര്യം ആര് കൊടുത്തിട്ടുണ്ട്? അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്ക് അത് ചെയ്യാൻ, പറയാൻ, കാണാൻ, കേൾക്കാനൊക്കെയുള്ള, കേൾക്കാതിരിക്കാനും പറയാതിരിക്കാനും ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ആര് കൊടുത്തിട്ടുണ്ട്? അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യർക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ ആ പ്രവൃത്തിയെ സൃഷ്ടിക്കുന്നവൻ ആര് തന്നെയാണ്? അള്ളാഹു തന്നെയാണ്. ഇതാണ് അഹ്ലുസുന്നയുടെ അഖീദ. അപ്പൊ ഈ രീതിയിൽ മേൽ പറഞ്ഞിരിക്കുന്ന രണ്ടു വാദക്കാർ, ജബരിയത്തിന്റെ ആളുകളും ഖദരിയത്തിന്റെ ആളുകളും, അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിന്റെ ഔന്നത്യത്തെ, അവന്റെ നീതിയെ, അവന്റെ റഹ്മത്തിനെ, അതേപോലെ തന്നെ അവന്റെ നിയന്ത്രണത്തെ, ഇതിനെല്ലാം യഥാരീതിയിൽ മനസ്സിലാക്കാത്തവരാണ്. മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നില്ല? ഈ അബദ്ധജടിലമായ വാദം പറയുമായിരുന്നില്ല. അതേപോലെ തന്നെ വകദാലിക മാ ഖദറഹു ഹഖ ഖദ്രിഹി മൻ ലം യസുൻഹു അൻ ബിഇരിൻ വലാ ഹുഷിൻ. ഇതേപോലെ തന്നെ വേറൊരു വിഭാഗം, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കാത്തവരാണ്. ആരാണവർ? മൻ ലം യസുൻഹു അൻ ബിഇരിൻ വലാ ഹുഷിൻ. അവർ അള്ളാഹു ഏതെങ്കിലും പൊട്ടക്കിണറ്റിലോ
അല്ലെങ്കിൽ മാലിന്യങ്ങളിലോ ആകുന്നതിനെ തൊട്ട് എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിനെ അവർ സംരക്ഷിക്കുന്നില്ല. വലാ മക്കാനിൻ യുർഗബു അൻ ദിക്രി, അതേപോലെ തന്നെ പറയാൻ പോലും അറയ്ക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്താണ് അള്ളാഹു എന്ന് പറയുന്നതിനെ തൊട്ട് അവരെന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിനെ സംരക്ഷിക്കുന്നില്ല. ബൽ ജഅലഹു ഫീ കുല്ലി മക്കാനിൻ, പിന്നെ അവരെന്ത് ചെയ്യുന്നു, അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ടെന്നാണ് അവരുടെ വാദം. അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാണ് അവരുടെ തെറ്റായ വാദം. എന്നിട്ടോ അവർ തന്നെ പറയും വസ്വാനഹു അൻ അർശിഹി അൻ യകൂന മുസ്തവിയൻ അലൈഹി, എന്നിട്ട് അവർ തന്നെ പറയും അള്ളാഹു എന്താണ്, അർശിൽ ഇസ്തിവാ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്, അത് അള്ളാഹുവിന് ചേർന്നതല്ല എന്നും ചെയ്യും അവർ പറയും. എന്നാലോ ഏത് സ്ഥലത്തും അള്ളാഹു ഉണ്ട് എന്ന് അവർ വിശ്വസിക്കും. വളരെ മോശപ്പെട്ട സ്ഥലങ്ങളിലുമാകാം, ഏത് സ്ഥലത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് മോശപ്പെട്ട സ്ഥലങ്ങളിലുമാകാം, അങ്ങനെ ആകുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയും, എന്നാൽ അള്ളാഹു എല്ലാ സൃഷ്ടികൾക്കും മേലെ ഉപരിയിൽ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നുള്ളതിന് അവരെന്ത് ചെയ്യൂല, അംഗീകരിക്കുകയുമില്ല. അത് അള്ളാഹുവിന് മോശമാണ് എന്നവര് വാദിക്കും. ഇതും അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. എങ്ങനെയാണ് യസ്അദു ഇലൈഹിൽ കലിമുത് തയ്യിബ്, അള്ളാഹു എല്ലാ സൃഷ്ടികൾക്കും ഉപരിയിലാണ്, അവനിലേക്ക് എന്ത് ചെയ്യുന്നു, നല്ല വാക്യങ്ങൾ അവനിലേക്ക് ഉയർന്നു പോകുന്നു. വൽ അമലു സ്വാലിഹ്, മനുഷ്യർ ചെയ്യുന്ന അമലു സ്വാലിഹാത്ത് എന്ത് ചെയ്യുന്നു, ഏറ്റവും ഉപരിയിലേക്കാണ് ഉയർന്നു പോകുന്നത്. വതഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി, ആ ഉപരിയിലേക്കാണ് മലായികത്ത് എന്ത് ചെയ്യുന്നത്, കയറി പോകുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടേക്കാണ് ഉയർന്നു പോകുന്നത്. വതൻസിലു മിൻ ഇൻദി, അവിടെ നിന്നാണ് മലായികത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. വയുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്ത് നിന്നും ഭൂമിയിലെത്തി കാര്യങ്ങൾ നിർവഹിക്കുന്ന അള്ളാഹുവിന്റെ അനുമതിയോടെ അവരെന്ത് ചെയ്യുന്നു, മലായികത്ത് കാര്യങ്ങൾ നിർവഹിക്കുന്നു. സുമ്മ യഅറുജു ഇലൈഹി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആകാശലോകത്തേക്ക് തന്നെ ആര് കയറി പോകുന്നു, മലായികത്ത് കയറി പോകുന്നു. ഇങ്ങനെ ഏറ്റവും ഉപരിയിലാണ് അള്ളാഹു എന്ന് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ധാരാളം നസ്സുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇത് അവരെന്ത് ചെയ്യൂല, അംഗീകരിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ചതുമാണ്, പക്ഷെ ഇത് അവർ അംഗീകരിക്കില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, ഏത് സ്ഥലത്തും ഏത് മാലിന്യങ്ങളിലും ഏത് മോശപ്പെട്ട സ്ഥലത്തും അള്ളാഹു ആകാം എന്നുള്ള വാദം അവര് വച്ചു പുലർത്തുകയും ചെയ്യുന്നു. ഇതും എന്താണ്, വളരെ മോശപ്പെട്ട, അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തതിന്റെ പോരായ്മയാണ്. അതേപോലെ തന്നെ ഫസാനഹു അൻ ഇസ്തിവാഇഹി അലാ സരീരിൽ മുൽക്ക്, അവർ അള്ളാഹുവിനെ അവന്റെ ആധിപത്യത്തിന്റെ ഇരിപ്പിടത്തിൽ, ആധിപത്യത്തിന്റെ അവന്റെ സ്ഥാനത്ത് മേലെയായിരിക്കുന്നു എന്നുള്ളതിനെ തൊട്ട് അള്ളാഹുവിനെ അവർ സംരക്ഷിക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല എന്നവർ പറയുന്നു. സുമ്മ ജഅലഹു, എന്നിട്ട് അള്ളാഹുവിനെ അവരെ ആക്കുന്നു, എവിടെ ആക്കുന്നു, ഫീ കുല്ലി മക്കാനി, എല്ലാ സ്ഥലത്തും അള്ളാഹു ഉണ്ട് എന്നവർ പറയുന്നു. എങ്ങനെയുള്ളതാണ് എല്ലാ സ്ഥലവും, യഅനഫുൽ ഇൻസാനു, ആ സ്ഥലത്താവുക എന്നുള്ളത് ഒരു മനുഷ്യന് വെറുപ്പാണ്. യഥാർത്ഥത്തിൽ ആ സ്ഥലങ്ങളിൽ പോയിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട കാര്യമാണ്. ബൽ ഗൈറുഹു മിനൽ ഹയവാൻ, എന്നല്ല മറ്റുള്ള മൃഗങ്ങൾ പോലും ചെയ്യൂല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിന് ആഗ്രഹിക്കുകയില്ല. അവർക്ക് വരെ വെറുപ്പായിരിക്കും ആ സ്ഥലത്തിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു ഉണ്ടെന്ന് ചെയ്യുന്നു അവര് പറയുന്നു. ഇത് അള്ളാഹുവിനെ കുറവാക്കലാണെന്ന് അവരെന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അള്ളാഹു അർശിന് മേലെയാണ് എന്നുള്ളതിനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കലാണ്, അള്ളാഹുവിനെ തരം താഴ്ത്തലാണ് എന്ന് അവര് വാദിക്കുകയും ചെയ്യുന്നു. ഇത് അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഇമാം അവറുകൾ പറയുന്നത്. വീണ്ടും ശൈഖ് അവറുകൾ പറയുന്നു, വമാ ഖദറല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കിയിട്ടില്ല, അള്ളാഹുവിന് നൽകേണ്ട സ്ഥാനത്തെ നൽകിയിട്ടില്ല. മൻ, ഒരാൾ. ആരാണത്? നഫാ ഹഖീഖത മഹബ്ബതി, അവർ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു. വറഹ്മതിഹി വറഅഫതിഹി വരിദാഹു, അള്ളാഹുവിന്റെ റഹ്മത്തിനെയും കാരുണ്യത്തെയും കൃപയെയും അള്ളാഹുവിന്റെ തൃപ്തിയെയും എല്ലാം അവർ നിഷേധിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ സിഫാത്തുകളിൽപ്പെട്ടതാണ്. അള്ളാഹു അവന് കാരുണ്യം എന്നുള്ള സുഫത്ത് ഗുണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മഹത്വത്തിന് ചേർന്നതല്ല എന്ന് വാദിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിലെല്ലാം ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ധാരാളം ആളുകളുണ്ട്. അശ്അരി ചിന്തകൾ പേറിക്കൊണ്ട് നടക്കുന്ന പല ആളുകളും വിശ്വാസക്കാരാണ്. അള്ളാഹുവിന് റഹ്മത്തുണ്ട്, റഹ്മത്ത് എന്ന ഗുണമുണ്ട്. അവരവരുടെ മദ്രസകളിലെല്ലാം അള്ളാഹുവിന്റെ സിഫാത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഗുണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന് റഹ്മത്ത് എന്നൊരു ഗുണം എന്ത് ചെയ്യൂല, അവർ പഠിപ്പിക്കുകയില്ല. അള്ളാഹുവിന് റഹ്മത്തുണ്ട് എന്ന് പറഞ്ഞാൽ
അത് അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ് അവരുടെ വാദം. എന്നിട്ട് അവർ റഹ്മത്തിന് എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും കാര്യമായിട്ട് വ്യാഖ്യാനിക്കും. അവന്റെ പ്രതിഫലമായിട്ട് വേറെ പല കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യും? അവരതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടെത്തിക്കും. അപ്പോ ഇങ്ങനെ അള്ളാഹുവിന്റെ അത്യുന്നതങ്ങളായ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കാത്തവരാണ്. അതേപോലെ അള്ളാഹുവിന്റെ കോപത്തെ, അതേപോലെ കഠിനമായ കോപത്തെ, ഇതിനെയെല്ലാം നിഷേധിക്കുന്ന ആളുകൾ. അതേപോലെ വലാമൻ നഫാ ഹഖീഖത ഹിക്മതിഹി അല്ലതി ഹിയൽ ഗായാത്തുൽ മഹ്മൂദത്തുൽ മഖ്സൂദത്തു ബിഫിഅലിഹി, അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ യാഥാർത്ഥ്യത്തെ, യുക്തിയുടെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവരും അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനത്തെ കൊടുക്കാത്തവരാണ്. അവന്റെ യുക്തി എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവർത്തികളുടെ പ്രശംസനീയമായ ഉദ്ദേശങ്ങളുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് അവന്റെ ഹിക്മത്ത്. അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും എന്താണ്? വളരെ ഹിക്മത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തികളാണ്. ഇങ്ങനെയുള്ള ഹിക്മത്തിന് നിഷേധിക്കുന്ന ആളുകൾ. അതേപോലെ വലാമൻ നഫാ ഹഖീഖത ഫിഅലി, അള്ളാഹുവിന്റെ പ്രവർത്തികളുടെ ഹഖീഖത്തിനെ നിഷേധിക്കുന്നവരുണ്ട്. അള്ളാഹുവിന് അഫ്ആലിയായ ധാരാളം ഗുണങ്ങളുണ്ട്, അതിനെ നിഷേധിക്കും. ഏതുപോലെ വലം യജ്അൽ ലഹു ഫിഅലൻ ഇഖ്തിയാരിയൻ, അള്ളാഹുവിന് ഇഖ്തിയാരിയായ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാനുള്ളതായ കഴിവുണ്ട്. ഇങ്ങനെ എന്തും ഉദ്ദേശിക്കുമ്പോൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. ഇങ്ങനെ ഇഖ്തിയാരിയായ അവന്റെ പ്രവർത്തികൾ എന്ത് ചെയ്യുന്നു? അവർ നിഷേധിച്ചു കളയുന്നു. ഏതുപോലെ ബൽ അഫ്ആലുഹു മഫ്ഊലാത്തുൻ മുൻഫസിലത്തുൻ അൻ, അള്ളാഹുവിന്റെ പ്രവർത്തികൾ അത് അവന്റെ സിഫത്തിൽപ്പെട്ടതല്ല, അവനിൽ നിന്ന് വേർപെട്ടിരിക്കുന്നതായ ഒന്നാണ്. ഒരു ചില പ്രവർത്തികൾ മാത്രമാണ്, അതിന്റെ റിസൾട്ടുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് എന്ത് ചെയ്യുന്നു? അവർ വാദിക്കുന്നു. അങ്ങനെ ഫനഫാ ഹഖീഖത മജീഇഹി, അള്ളാഹുവിന്റെ വരവ്, അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ വരവിനെ സംബന്ധിച്ച് ഉദ്തീർപ്പ് നടത്താൻ വേണ്ടിയിട്ട് വജാഅ റബ്ബുക വൽ മലായികതു സഫൻ സഫ, അള്ളാഹുവിന്റെ വരവിനെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിനവരെന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. വഇതിയാനിഹി വസ്തിവാഇഹി അലാ അർശി, അതേപോലെ തന്നെ അർശിന്റെ മേൽ അള്ളാഹു ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നുള്ളതായ അള്ളാഹുവിന്റെ പ്രവൃത്തി അവർ നിഷേധിക്കുന്നു. വതകലീമിഹി മൂസ മിൻ ജാനിബി തൂർ, തൂർ മലയുടെ പാർശ്വത്തിൽ, അതിന്റെ താഴ്വരയിൽ മൂസ അലൈഹിസ്സലാമുമായുള്ള അള്ളാഹുവിന്റെ സംസാരത്തെ അവർ നിഷേധിക്കുന്നു. വമജീഇഹി യൗമൽ ഖിയാമത്തി ലിഫസ്ലിൽ ഖളാഇ ബൈന ഇബാദിഹി ബിനഫ്സി, നാളെ ഖിയാമത്ത് നാളിൽ ആളുകളുടെ ഇടയിൽ വിധിതീർപ്പ് നടത്താൻ അള്ളാഹു വരും എന്നതിനെ അവരെന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. ഇലാ ഗൈരി ദാലിക മിൻ അഫ്ആലിഹി വഔസാഫി കമാലി, ഇതുമല്ലാത്ത അള്ളാഹുവിന്റെ ധാരാളം പ്രവർത്തികൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരാണ്. നഫൗഹ വസഅമു അന്നഹും ബിനഫീഹ ഖദറുഹു ഹഖ ഖദർ, ഇവരത് നിഷേധിച്ചിട്ട് അവർ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? അങ്ങനെ നിഷേധിക്കുന്നത് മുഖേന അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ വാദിക്കുന്നത്. ഇങ്ങനെയുള്ള സിഫാത്തുകൾ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞാൽ അത് മോശമാണെന്നാണ് ആരുടെ വാദം? നിഷേധിക്കുന്ന ആളുകളുടെ വാദം. അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ അതിനെ വിശദീകരിക്കുന്നത് കാണാം. ബൽ അൻതുമുല്ലദീന, കാരണം ഇങ്ങനെയുള്ള സിഫാത്തുകൾ, അള്ളാഹുവിന്റെ ഇറങ്ങിവരൽ, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിവരൽ, അതേപോലെ അള്ളാഹുവിന്റെ അർശിലുള്ള ഇസ്തിവ, ഇതെല്ലാം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാണ്, തിരുസുന്നത്തിൽ വന്നിരിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണോ അള്ളാഹുവിന്റെ മഹത്വത്തോട് യോജിക്കുന്നത് അതേ രീതിയിൽ അത് അള്ളാഹുവിനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ആർക്കറിയില്ല? നമുക്കറിയില്ല. കാരണം അള്ളാഹു നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാൽ അതുണ്ട് എന്നുള്ളത് ആര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച നിലയിൽ എങ്ങനെയാണോ ആ രീതിയിൽ ഈ ഫിഅലുകൾ അള്ളാഹുവിനുള്ളതാണ്, ഈ സിഫാത്തുകൾ അള്ളാഹുവിനുള്ളതാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഈ കൂട്ടം ആളുകൾ പറയും, ഇങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് എന്ത് ചെയ്യലായി മാറും? സാദൃശ്യപ്പെടുത്തലായി മാറും. അള്ളാഹുവിന് യദുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് വജ്ഹുണ്ടെന്ന് പറഞ്ഞാൽ, മുഖമുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞാൽ ആ സൃഷ്ടികളോട് താരതമ്യം ചെയ്യലായി മാറും. അങ്ങനെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ എന്തായി? ശിർക്ക് സംഭവിക്കും എന്നാണ് ഈ മൂഢന്മാർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവരാണ് അള്ളാഹുവിന് എന്ത് ചെയ്യുന്നത്? സൃഷ്ടികളോട് എന്ത് ചെയ്യുന്നത്? സാമ്യപ്പെടുത്തുന്നത്. ശൈഖ് അവർ പറയുന്നു, ബൽ അൻതുമുല്ലദീന ശബ്ബഹതുമുല്ലാഹ ബിൽ ജമാദാത്തിൽ ആജിസ,
യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കേൾവിയെയും കാഴ്ചയെയും അള്ളാഹുവിന്റെ വരവിനെയും അള്ളാഹുവിന്റെ ഇറക്കത്തെയും ഇസ്തിവാഇനെയും എല്ലാം ഫിഅലുകളെയും എല്ലാം നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ വെറും ഒരു അചേതന വസ്തുവായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. ഒന്നിനും സാധിക്കാത്ത, ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കാത്ത, കാണാൻ സാധിക്കാത്ത, പൂർണ്ണാർത്ഥത്തിൽ കേൾക്കാൻ സാധിക്കാത്ത വെറും അചേതനമായ വസ്തുവിനോടാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഉപമിച്ചിരിക്കുന്നത്. അള്ളാഹുവിന് ഈ പറയുന്ന സിഫാത്തുകളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? വെറും അചേതനമായ നിർജീവങ്ങളായ വസ്തുക്കളോട് ഉപമിച്ചിരിക്കുകയാണ്. ഫഅൻതും ഫിൽ ഹഖീഖത്തി മുശബ്ബിഹ. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കുന്നത് ആരാണ്? അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്നവരാണ്. എന്നാൽ നാം പറയുന്നത് എന്താണ്? കമാ അന്ന ദാതഹു ലാ തുശ്ബിഹു ദവാത്തൽ മഖ്ലൂഖീൻ. അള്ളാഹുവിന്റെ അസ്തിത്വം ഒരിക്കലും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ അസ്തിത്വത്തിനോട് നീയൂല, സാമ്യമാവുകയില്ല എന്നതുപോലെ തന്നെ കദാലിക അസ്മാഉഹു വസിഫാതുഹു. അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, വിശിഷ്ടങ്ങളായ ഗുണങ്ങളുണ്ട്. ഇതൊന്നും ഒരിക്കലും എന്തല്ല സൃഷ്ടികളെ പോലെയാണെന്ന് നാം വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിന് മുഖമുണ്ട്, വജ്ഹുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ കൈയുണ്ടെന്ന് പോലെയാണോ നാം വിശ്വസിക്കുന്നത്? ഒരിക്കലുമല്ല. സൃഷ്ടികളുടെ കൈകൾ തന്നെ എത്രയോ വ്യത്യസ്തങ്ങളാണ്. ഒരു ആനക്കുള്ള കൈ പോലെയാണോ മനുഷ്യന്റെ കൈ? ആനക്ക് കൈയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കണേ? മനുഷ്യന് കൈയുണ്ട് എന്നതുപോലെയാണോ നമ്മൾ മനസ്സിലാക്കണേ? ഒരിക്കലും മനസ്സിലാക്കുകയില്ല. അപ്പൊ എങ്ങനെയാണ് സൃഷ്ടാവായ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ, കണ്ടോ ഇവൻ സൃഷ്ടികളുടെ കൈയിനോട് അള്ളാഹുവിന് ഉപമിച്ചു എന്നെങ്ങനെ പറയാൻ സാധിക്കും? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങൾ മുഴുവൻ അവനുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിന്റെ ജലാലത്തിന്, മഹത്വത്തിന് യോജിച്ച നിലയിൽ എന്താണോ ഉള്ളത് അത് അള്ളാഹുവിനുണ്ട്. ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇത് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ത്? അള്ളാഹുവിനെ നിന്ദിക്കുക എന്നുള്ളത്. ഇത് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത്. ഇത് വിശ്വസിക്കാതിരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ അചേതനങ്ങളായ വസ്തുക്കളോട് സാമ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നിട്ട് ശൈഖ് അവർ വീണ്ടും പറയുന്നു, വകദാലിക, ഇപ്രകാരം തന്നെയാണ്, ലം യഖ്ദുറുഹു ഹഖ ഖദ്രി, അള്ളാഹുവിന് യഥാർത്ഥത്തിലുള്ളതായ അവന്റെ ഖദറിനെ വകവച്ചു കൊടുത്തിട്ടില്ല, അവന്റെ കഴിവിനെ, അവന്റെ സ്ഥാനത്തെ വകവച്ചു കൊടുത്തിട്ടില്ല. മൻ, ഒരു വിഭാഗം ആളുകൾ, ജഅല ലഹു സാഹിബതൻ വവലദ, അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് ഭാര്യയുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്നു. ഔ ജഅലഹു സുബ്ഹാനഹു, അതെ, ഈ വിഭാഗം ആരാണ്? നസ്വാറാക്കളായ ജൂതന്മാരായ ആളുകളാണ്. അവർ പറയും അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് അവർ വാദിക്കുന്നു. വമഅലൂമുൻ അന്നൽ വലദ ജുസ്ഉം മിനൽ വാലിദ്, അറിയപ്പെട്ട കാര്യമാണ് മകൻ എന്നുള്ളത് ആരുടെ പാർട്ടാണ്? ഉപ്പയുടെ പാർട്ടാണ്. മാതാപിതാക്കളുടെ അവരുടെ ഒരു പാർട്ടാണ്, ഒരു ഭാഗം മാത്രമാണ് ആര്? മകൻ എന്നുള്ളത്. വൽ വലദു യുശ്ബിഹുൽ വാലിദ്, കുട്ടി എപ്പോഴും ആരോട് സദൃശ്യനായിരിക്കും? പിതാവിനോടോ മാതാപിതാക്കളോട് സദൃശ്യമുള്ളവരായിരിക്കും. വല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ശബീഹ ലഹു വലാ മതീൽ, അല്ലാഹുവിനാകട്ടെ ഒരു രീതിയിലും സദൃശ്യനായിട്ട് ഒരുപോലെ ആരും തന്നെയില്ല. ഫഹും ലം യുനസ്സിഹു അല്ലാഹ തബാറക വ തആല വഅസ്ബതു ലഹു അശ്ബീഹ്, ഈ ഗുണത്തിൽ നിന്ന് അവർ അല്ലാഹുവിനെ എന്ത് ചെയ്യുന്നില്ല? പരിശുദ്ധപ്പെടുത്തുന്നില്ല. അവർ അല്ലാഹുവിനെ എന്ത് ചെയ്യുന്നു? ഷബീഹിനെ, സാമ്യമുള്ളവനെ സങ്കല്പിച്ചു കൊടുക്കുകയാണ്. വജഅലൂഹു മുഹ്താജൻ ഇലൽ വലദ്, ഒരു സന്താനത്തിലേക്ക് ആവശ്യക്കാരനാണ് അവർ, അല്ലാഹു എന്നവർ വാദിക്കുന്നു. വജഅലുൽ മസീഹ ജുസ്അൻ മിനല്ലാഹ്, അങ്ങനെ ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ ഒരു പാർട്ടായിട്ട് അവർ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. ഈ രീതിയിൽ കഠിനമായ ശിർക്കാണ് അവർ അല്ലാഹുവിന്റെ മേൽ ആരോപിക്കുന്നത്. ഇത് പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഔ ജഅലഹു സുബ്ഹാനഹു യഹില്ലു ഫീ ജമീഇ മഖ്ലൂഖാതിഹി, വേറെ ചില ആളുകൾ അവരും അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരാണ്. അവരെന്താണ് ചെയ്യുന്നത്? അവർ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഖ്ലൂഖാത്തുകളിൽ എന്ത് ചെയ്യും? അവതരിക്കുന്നതാണ്. ബഹായിയ വിഭാഗം ആളുകളെ പോലെ, ഹുലൂലിയത്തിന്റെ ആളുകളെ പോലെ അവർ വാദിക്കും അന്നല്ലാഹ അസ്സ വജല്ല യഹില്ലു ഫിൽ മഖ്ലൂഖാത്ത്, അല്ലാഹു അവന്റെ സൃഷ്ടികളിൽ എന്ത് ചെയ്യും? അവതരിക്കും. വഅന്നൽ ഇൻസാന ഇദാ വസല ഇലാ ദറജത്തിൻ മിനൽ ഇബാദ, മനുഷ്യർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഇങ്ങനെ ഒരു വലിയ ദറജയിൽ എത്തിക്കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ യകൂനു ഹാലൻ ഫീഹി, അല്ലാഹു ആ മനുഷ്യനിൽ എന്ത് ചെയ്യും? അവതരിക്കും. തആല അല്ലാഹു അമ്മാ യഖൂലൂന,
ഉലുവൻ കബീറ. ഇവര് പറയുന്നതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ പരിശുദ്ധനാണ്. അപ്പൊ അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട്. ചില സൂഫി ത്വരീഖത്തുകളും അതിരുകൾ കവിഞ്ഞിരിക്കുന്നതായ ത്വരീഖത്തിന്റെ ആളുകളെല്ലാം ഈ വാദക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? സൃഷ്ടികളിൽ അവതരിക്കുന്നു എന്നുള്ളതായ വിശ്വാസക്കാർ. ഇവരും അള്ളാഹുവിന്റെ മഹത്വത്തെ യഥാവിധം മനസ്സിലാക്കാത്ത ആളുകളാണ്. ഏറ്റവും ദുർബലന്മാരായ, ഒന്നിനും സാധിക്കാത്ത സൃഷ്ടികളിൽ അള്ളാഹു അവതരിക്കും എന്ന ഏറ്റവും ഗുരുതരമായ വാദമാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ അവരെന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് അവർ കാണുന്നു. അതായത് അവർ വഹദത്തുൽ വജൂദിന്റെ, അദ്വൈതവാദത്തിന്റെ വാദങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ അവതരിപ്പിക്കുന്നു. ആദ്യം പറഞ്ഞതിനേക്കാൾ കഠിനമായ വാദകമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ഇതും സൂഫി തരീഖത്തുകളുടെ കടന്നുപോയിരിക്കുന്ന ചില ആളുകളാണ്. ഇബ്നു അറബിയെ പോലെ, ഇബ്നുൽ ഫാരിദിനെ പോലെ അങ്ങനെയുള്ള ആൾ. അവർ പറയുന്നത് ലൈസ ഹുനാക ഖാലിഖുൻ വ മഖ്ലൂഖുൻ, രണ്ട് ഇല്ല, അദ്വൈതമാണ്, ദ്വൈതമില്ല, സൃഷ്ടാവ് സൃഷ്ടി എന്നുള്ളതൊന്നില്ല, ഇല്ല എന്നതാണ് അവരുടെ വാദം. പിന്നെയോ ബൽ കൗനു കുല്ലുഹു അല്ലാഹ്, പ്രപഞ്ചം മുഴുവനും ആരാണ്? സൃഷ്ടാവാണ്, അല്ലാഹുവാണ്. അവർ പറയും ഇന്നൽ വുജൂദ, എന്നാൽ പ്രപഞ്ചം സൃഷ്ടാവും സൃഷ്ടിയുമുണ്ട് എന്ന് പറയുന്ന ആളുകൾ അവരുടെ അടുക്കൽ ആരാണ്? മുശ്രിക്കീങ്ങളാണ്. അപ്പോ ആ വാദത്തിന്റെ അനന്തരഫലം എന്താണ്? ഇങ്ങനെ പറയുന്നത് മുഖേന അവർ വാദിക്കുന്നത് ഭൂമിയിലുള്ള സകല വസ്തുക്കളും എന്താണ്? സൃഷ്ടാവാണ്, അള്ളാഹുവാണെന്നാണ് അവരുടെ വാദം. അപ്പോ സകല മൃഗങ്ങളും, നായയും പന്നിയും വരെയും അവരുടെ കണക്കിൽ എന്തായി മാറും? അള്ളാഹുവാണ് എന്ന് പറയേണ്ടി വരും. അള്ളാഹു അതിനെ തൊട്ട് നഊദു ബില്ലാഹ് വലിയ പരിശുദ്ധവാനാണ്. അപ്പൊ ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ യഥാവിധം മനസ്സിലാക്കാത്ത ആളുകളാണ് ഈ രീതിയിലുള്ളതായ വാദങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നവർ. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ വകദാലിക ലം യഖ്ദുറുഹു ഹഖ്ഖ ഖദ്രി, അള്ളാഹുവിന് യഥാവിധം അവന്റെ സ്ഥാനത്തെ വകവെച്ചു കൊടുക്കാത്തവരാണ് ഒരു വിഭാഗം ആളുകൾ. റാഫിളുകളെ കുറിച്ചാണ് പറയുന്നത്, ഷിയകളെ കുറിച്ച്. എന്താണ് അവർ ചെയ്യുന്നത്? ഇന്നഹു റഫഅ അഅദാഅ റസൂലിഹി വ അഹ്ലി ബൈതിഹി, അവർ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളെ, നബിയുടെ കുടുംബത്തിന്റെ ശത്രുക്കൾക്ക് എന്ത് ചെയ്തു? വലിയ സ്ഥാനം നൽകി, അവരെ ഉയർത്തി. വഅഅലാ ദിക്റഹും, അവരുടെ സ്മരണകൾ അല്ലാഹു എന്ത് ചെയ്തു? ഉന്നതമാക്കി. വജഅല ഫീഹിമുൽ മുൽക വൽ ഖിലാഫത വൽ ഇസ്സ, റസൂലിന്റെയും റസൂലിന്റെ കുടുംബത്തിന്റെയും ശത്രുക്കൾക്ക് അല്ലാഹു അധികാരം നൽകി, ഖിലാഫത്ത് നൽകി, പ്രതാപം നൽകി. വവദഅ ഔലിയാഅ റസൂലിഹി വഅഹ്ല ബൈതിഹി വഅഹാനഹും വഅദല്ലഹും, എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടാളികൾക്ക്, റസൂലിന്റെ കുടുംബക്കാർക്ക് അവരെ നിന്ദിക്കുകയും അവരെ താഴ്ത്തുകയും അവരെ അപമാനിക്കുകയും ചെയ്തു. വദറബ അലൈഹിമുൽ ദുല്ല ഐനമാ സുഖിഫു, എവിടെയെല്ലാം കണ്ടുമുട്ടുന്നുവോ അവിടെയെല്ലാം അവരുടെ മേൽ അല്ലാഹു അപമാനം ചെയ്തിരിക്കുന്നു, അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളും അല്ലാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തവരാണ്. ആരാണ് ഇങ്ങനെ പറയുന്നത്? അവർ ഷിയകളിൽപ്പെട്ട ആളുകളാണ്. വഹാദാ യതദമ്മനു ഗായതൽ ഖദ്ഹി ഫീ ജനാബിർ റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ നീചമായ ഒരു വിശ്വാസമാണ് ഇവരുടെ ഈ വിശ്വാസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തആല അൻ ഖൗലി റാഫിളത്തി ഉലുവൻ കബീറ, റാഫിളുകളിൽപ്പെട്ട ഈ ആളുകളുടെ ഈ വാദത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനായിരിക്കുകയാണ്. ഷിയകൾ വാദിക്കുന്നത് ഇപ്രകാരമാണ്. അവർ പറയും റാഫിളത്തു യദ്ഊന ഫി അഇമ്മത്തിഹിം അൽ ഇസ്മ, ഷിയാക്കൾ പറയുന്നത് അവരുടെ അഇമ്മത്തുകൾ പാപങ്ങളെ തൊട്ട് സുരക്ഷിതരാണ്. വഅന്നഹും യുദബ്ബിറൂനൽ കൗൻ, അവരുടെ അഇമ്മത്തുകളാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവർ. വഅന്ന കുല്ല ശഅറത്തിൻ ഔ കുല്ല ദർറത്തിൻ ഫിൽ കൗനി ഫഇന്നഹാ മിൻ തദ്ബീരിൽ ഔലിയാഇ വൽ അഇമ്മ, അവരുടെ വാദപ്രകാരം ഷിയാക്കളുടെ വാദമാണ്. എന്താണ്? പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഒരു ഉറുമ്പാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുടി അനക്കമാകട്ടെ, സകലതും ഔലിയാക്കളും അതേപോലെ തന്നെ അവരുടെ നേതാക്കന്മാരുമാണ് എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്.
ഹാദാ ഖൗലു റാഫിള വശീഅത്തിൽ ഗുലാത്ത്. ഇതാണ് റാഫിളത്തിന്റെ ഷിയാക്കളുടെ വിശ്വാസമാണിത്. അങ്ങനെ ഫയഉതൂന ലിഅഇമ്മതിഹിം മാ യുസാവിഹിം ബില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിനോട് സമമാകുന്ന നിലയിലുള്ളതായ അവകാശങ്ങൾ ഇവർ ആർക്ക് വകവെച്ചു കൊടുക്കും? ഇവരുടെ നേതാക്കന്മാർക്ക് വകവെച്ചു കൊടുക്കും. ഫഹും യുശ്ബിഹൂന അൻ-നസാറ ഫീ ഖുലൂബിഹിം ഫിൽ മസീഹ്. ഇവർ ആർക്ക് തുല്യമാണ്? നസാറാക്കൾ ഈസ അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ അതിരുവിട്ടതുപോലെയാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവരുടെ അയിമ്മത്തുകളുടെ കാര്യത്തിൽ അതിരുവിട്ടിരിക്കുന്നത്. വകദാലിക, ഇതേപോലെ തന്നെ യുകഫിറൂന ഔലിയാ അല്ലാഹ് വഖവാസ ഖൽഖി. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ, അല്ലാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടികൾ ഇവരെന്ത് ചെയ്യുന്നു? കുഫാറുകളാക്കുന്നു. ആരെ പോലെ? അബീബക്കർ വഉമർ വസാദത സ്വഹാബ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, സ്വഹാബികളിലെ നേതാക്കന്മാരെ, ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? ഇവർ അല്ലാഹുവിന്റെ കുഫാറുകളായിട്ട് ബുദ്ധി നടത്തുന്നു. വയദ്ദഊന അന്നഹും അഅദാഉല്ലാഹ്. ഇവർ അല്ലാഹുവിന്റെ ശത്രുക്കളാണെന്ന് എന്ത് ചെയ്യുന്നു? അവർ വാദിക്കുന്നു. അമാ മൻ കാന മിൻ അഹ്ലിൽ ബൈത്തി ഫഹുവ ഇൻദഹും വലിയ്യുൻ ലില്ലാഹ്. എന്നാൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണോ? അവൻ ആരാണ്? അല്ലാഹുവിന്റെ വലിയാണ്. വലൗ കാന മിൻ അക്ഫരിൽ ഖൽഖി. സൃഷ്ടികളിൽ ഏറ്റവും വലിയ കാഫിറാണെങ്കിലും ശരി, ഫയക്ഫി ഇൻദഹും അന്നഹു മിൻ അഹ്ലിൽ ബൈത്ത്. അവരുടെ അടുക്കൽ ഒരാൾ നബിയുടെ കുടുംബത്തിൽപ്പെട്ടതാണോ അത് മതി. അവൻ എത്ര മോശപ്പെട്ടവനാണെങ്കിലും എന്താണ്? അവൻ ഇവരുടെ അടുക്കൽ വലിയായിരിക്കും. വയജഅലൂന അബാ ത്വാലിബ് അമ്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുസ്ലിമീൻ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബിനെ എന്ത് ചെയ്യുന്നു? മുസ്ലിമീങ്ങളിലാണ് ഗണിക്കുന്നത്. അപ്പോ ഇവരുടെ വാദപ്രകാരം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു ഇവർക്കെല്ലാം വലിയ സ്ഥാനങ്ങൾ നൽകിയത് നബിയുടെ ശത്രുക്കൾക്ക് സ്ഥാനം കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടിരിക്കുന്നതായ ആളുകളെ എന്ത് ചെയ്തു? നിന്ദിക്കുകയും ചെയ്തു എന്ന് ഇവർ വാദിക്കുന്നു. ഇത് വളരെ മോശപ്പെട്ടിരിക്കുന്നതായ ഒരു വാദമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ.